ആർത്തിയുണ്ട്, ചെയ്യണമെന്ന് ആർത്തിയുണ്ട്, എന്നാൽ നല്ലതാവണമെന്ന് കൊതിയുണ്ട്. പൈസയുടെ ആർത്തി. അല്ല, അഭിനയിക്കാനുള്ള അതുകൊണ്ട് ഇല്ലായികയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെലക്ട് ഇതെടുക്കാം, അതങ്ങ് മാറ്റാം, അതിനു വേണ്ടിയൊന്നും വരാറൊന്നുമില്ല. വരുന്നത് നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവരോട് നിൽക്കാം എന്നുള്ളത്. അങ്ങനെ അല്ല, ഇന്ദ്രൻസ് കോസ്റ്റ്യൂമർ ആയിരുന്നല്ലോ. അപ്പം അന്നും എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ്, അന്നും സിനിമകൾ സെലക്ട് ചെയ്യുന്നത് കഥയൊക്കെ നല്ലതാണെങ്കിൽ ചെയ്യാം. ഹരിഹരനാണോ എങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല, കിട്ടുന്ന പടമൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ? ആദ്യം വരുന്നത് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു കോസ്റ്റ്യൂമർ വിടാത്തതാണ് ജയരാജ് സാറിൻ്റെ, സത്യനന്ദിക്കാട് സാറിൻ്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരെ അങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം അതിനു മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നൊരാൾക്ക് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഞാൻ സെലക്റ്റീവ് ആണെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഉള്ളത് കൂടെ പോകും. ഞാൻ പറഞ്ഞു, ജന്മനാ ശരീരത്തിൽ ഉള്ളതാണ് ഈ എളിമയും കാര്യങ്ങളും. അതൊരു ഭാഗ്യം പോലെ കിട്ടിയിട്ടുള്ള